മുന്നണി അത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. മുന്നണിയിൽ വളരെ ശക്തമായ പിന്തുണ നൽകി മുന്നണിയുടെ നിലപാടുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന പാർട്ടി കൂടി ചേരുന്നതാണല്ലോ. ഇന്ന് ഞങ്ങൾ ഈ മുന്നണിയുടെ നാനാ കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ട്. അദ്ദേഹം അതിൽ ഇൻവോൾവ് ആണ്. അതുകൊണ്ട് അദ്ദേഹം പോകില്ലോ എന്ന് ചോദിച്ചാൽ ഞാൻ എന്തായാലും മറുപടി അറിയാം. എനിക്കറിയില്ല. ക്ഷണിക്കാലോ, ഞാൻ ക്ഷണിക്കുന്നില്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാകുന്ന, രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാകുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയിലെ ആര് വന്നാലും ഞങ്ങൾ സ്വീകരിക്കും. ഞാൻ അവരെ സ്വീകരിക്കാൻ, ഞാൻ അങ്ങനെ തയ്യാറുള്ള ആളുകളെ ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് ക്ഷണിക്കാം. അതുകൊണ്ട് അത് ക്ഷണിക്കാൻ അവകാശമുണ്ട് അവർക്ക്. വരണോ വേണ്ടി എന്നുള്ളത് ബന്ധപ്പെട്ടവരല്ലേ തീരുമാനിക്കുക. ഇത് രാഷ്ട്രീയല്ലേ പ്രശ്നം. ഇതൊരു സ്വകാര്യ ഇടപാടല്ലല്ലോ. ഇത് രാഷ്ട്രീയല്ലേ. ഇതൊരു സർക്കാരിന് ക്ഷണിക്കുമ്പോഴല്ലോ. അതിലൊരു ആശങ്കയും വേണ്ട. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അടിത്തറ ദുർബലമാകും എന്നുള്ള ഒരു ആശങ്കയും നിങ്ങൾക്ക് വേണ്ടതില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ കൂടുതൽ ബലപ്പെടുത്തുന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചു മുമ്പോട്ട് പോകുന്നത്. അതിന് സഹായകരമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇടതുപക്ഷ അതിന് കണ്ടീഷൻ ഉണ്ട്. UDF ആര് വന്നാലും സ്വീകരിക്കും എന്നുള്ളതല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയപരിപാടികൾ അംഗീകരിക്കുന്നവർക്ക് അവർ ആര് വന്നാലും ഞങ്ങൾ സ്വീകരിക്കും. അല്ല, ലീഗ് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ട് അന്നേരം ആലോചിക്കാം. എനിക്ക് മനസ്സിലായി, ചോദ്യത്തിന്റെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലായി. അതന്ന് ആലോചിക്കാം. അതിന്റെ ഫസ്റ്റ് കണ്ടീഷൻ രാഷ്ട്രീയ നിലപാടാണ്. ആ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കും. നിങ്ങൾക്ക് തിരിച്ചു ചോദിച്ചോളൂ, എന്താ കോൺഗ്രസ് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു ഒന്നുകൂടെ എടുത്തോളൂ, എടുക്കാം. അത് രാഷ്ട്രീയ നിലപാടിന്റെ പ്രശ്നമാണത്. ആ രാഷ്ട്രീയ നിലപാടാണല്ലോ ഈ യോജിപ്പും വിയോജിപ്പും ഒക്കെ പ്രകടമാക്കുന്നത്. ഇപ്പൊ രാഷ്ട്രീയ നിലപാട് വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അപ്പൊ അത് ആലോചിച്ച് എന്ത് ചെയ്യണമെന്നുള്ള അപ്പൊ തീരുമാനിക്കും.